ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. എനിക്കും കുടുംബത്തിനും സുഖം തന്നെ. അപ്പോൾ നമുക്ക് കുറച്ച് ദിവസമായി ലോങ് വീഡിയോ ഇട്ട്. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഭൂമിയുടെ കാന്തശക്തി അറിഞ്ഞ് സഞ്ചരിക്കുന്ന ജീവി ഏത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ അതിൻ്റെ ഉത്തരം? ഞാൻ പറയാം. ഒച്ച ഏതാണെന്നറിയാമല്ലോ. ഈ നനവുള്ള ഭാഗത്തൊക്കെ ഇങ്ങനെ ഇഴഞ്ഞ് നടക്കത്തില്ലേ? മണ്ണിലായാലും നമ്മുടെ ഭിത്തിയിലൊക്കെ ആയാലും ചില നനവുള്ള സമയത്ത് അതിനെ സ്ഥലത്തൊക്കെ അതിനെ കാണാം. അപ്പം രണ്ടാമത്തെ ചോദ്യം ഇതാണ്: മുട്ടയ്ക്ക് അടയിരിക്കുന്ന ആൺ പക്ഷി ഏത്? ഉത്തരം യമു. യമു എന്ന പക്ഷി നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ നേരിട്ട്? ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. കണ്ടിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ. അപ്പം നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ ഒന്ന് കുത്തിപ്പൊട്ടിച്ചേക്കുക. എന്നിട്ട് ലൈക്കും കമൻറ്റും ഇടാൻ ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്: രാസപ്രവർത്തനങ്ങളുടെ വേഗത വ്യത്യാസപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ എന്ന് വെച്ചാൽ ഉപയോഗിക്കുന്നതെന്നായാലും ചേർക്കുന്നതെന്നായാലും മതി കേട്ടോ. രാസവസ്തുക്കൾ ഏത് എന്നാണ് ഉത്തരം. ഉൽപ്രേരകങ്ങൾ. അപ്പോൾ നാലാമത്തെ ചോദ്യം എന്താണെന്ന് അറിയണ്ടേ? ചോദ്യം എന്താണ്: നാഡീകോശത്തിൽ നിന്നും പുറപ്പെടുന്ന നീണ്ട തന്തു ഏതാണ്? ഉത്തരം ആക്സോൺ തന്തുക്കൾ. അപ്പോൾ അഞ്ചാമത്തെ ചോദ്യം, അതിനു മുമ്പായിട്ട് ഒന്നുകൂടെ പറയാണ്, ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ലൈക്കും കമൻറ്റും ഇടാൻ ആരും മറക്കരുത്. വീഡിയോ കണ്ടുപോകുന്നവർ ലൈക്ക് ഇടാൻ മറന്നു പോകുന്നു, കമൻറ്റ് ഇടാനും മറന്നു പോകുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അഞ്ചാമത്തെ ചോദ്യം: ഉരുളക്കിഴങ്ങ്, നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഉരുളക്കിഴങ്ങില്ലേ, പച്ചക്കറിയുടെ കൂടെ ഉപയോഗിക്കുന്ന ഉരുളക്കിഴങ്ങിന് മുകുളങ്ങൾ വളരുന്നത് തടയുവാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥം ഏത്? ഉത്തരം ഫിനൈൽ അസറ്റിക് ആസിഡ്. ഫിനൈൽ അസറ്റിക് ആസിഡ്. ആറാമത്തെ ചോദ്യം ഇതാണ്: ഗാന്ധിജി കേരളം സന്ദർശിച്ച വർഷം ഏത്? ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ച വർഷം. ഉത്തരം 1920. അപ്പോൾ ഏഴാമത്തെ ചോദ്യം എന്താണെന്ന് അറിയണ്ടേ? ഗ്രിഗോറിയൻ കലണ്ടർ നടപ്പിൽ വന്ന വർഷം. അങ്ങനെ ഒരു കലണ്ടർ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനെക്കുറിച്ച് അറിയാമോ? അറിയില്ലെങ്കിൽ ഇപ്പോൾ അറിഞ്ഞു കേട്ടോ. അപ്പോൾ ഗ്രിഗോറിയൻ കലണ്ടർ നടപ്പിൽ വന്ന വർഷം ഏത് എന്നാണ് ഏഴാമത്തെ ചോദ്യം. ഉത്തരം 1582. അപ്പോൾ വീണ്ടും പറയാണ്, ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോ അപ്പോൾ കിട്ടാൻ വേണ്ടി ആ ബെൽ ബട്ടൺ ഒന്ന് കുത്തി അമർത്തേക്കുക. അപ്പുറത്തെ ബഹളമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എട്ടാമത്തെ ചോദ്യം: ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്തീയ സമ്മേളനം ഏത്? ആർക്കെങ്കിലും അറിയാവോ? ഉത്തരം ഞാൻ തന്നെ പറയാം, എന്നിട്ട് നിങ്ങളത് പഠിച്ചോ കേട്ടോ. ഉത്തരം മാരാമൺ കൺവെൻഷൻ. ഒമ്പതാമത്തെ ചോദ്യം ഇതാണ്: കൊച്ചി തുറമുഖത്തിൻ്റെ ശില്പി ആര്? ഉത്തരം റോബർട്ട് ബ്രിസ്റ്റോ. അപ്പോൾ പത്താമത്തതും അവസാനത്തതുമായ ചോദ്യം ഇതാണ്: ലോകത്തിൽ ആദ്യമായി പേപ്പർ കറൻസി ഉപയോഗിച്ചത് ഏത് രാജ്യക്കാരാണ്? ഉത്തരം റഷ്യ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ആ കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് കുത്തിപ്പൊട്ടിച്ചേക്കുക. പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ചോദ്യങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.